ഈ അടുത്ത നാളുകളിൽ കുഴഞ്ഞ് വീണ് മരണപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രായ ഭേദമില്ല, അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസമില്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോ ഈ അടുത്ത നാളുകളിൽ ഇത് കണ്ടുവരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് മുൻകൂട്ടി ഇവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. ഒരാൾ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നതിന് അല്ലെങ്കിൽ കുഴഞ്ഞു വീണുള്ള മരണത്തിന്റെ ഏറ്റവും പ്രധാന കാരണം, ഒരു 85% കേസിന്റെ കാരണം എന്ന് പറയുന്നത് ഹൃദയസ്തംഭനമാണ്, കാർഡിയക് അറസ്റ്റ് എന്നൊക്കെ പറയും. അത് പലപ്പോഴും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ മുമ്പ് ചില കേസിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവെന്ന് വരാം. അസഹനീയമായിട്ടുള്ള ഒരു നെഞ്ചിനൊരു ഭാരം തോന്നല്, നെഞ്ചിന്റെ മധ്യഭാഗത്ത് വേദന, അതുപോലെ തന്നെ വേദന കൈകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു, വ്യാപിക്കുന്നു, അല്ലെങ്കിൽ കഴുത്തിലേക്ക്, താടികളിലേക്ക്, താടിയുടെ ഈ ഒരു ലോവർ ജോയിലേക്കൊക്കെ വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു വേദന, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു തലവേദന, അതുപോലെ തന്നെ നെഞ്ചിന് പുറത്തിനും കൂടെയുള്ള ഒരു വേദന. ഈ വേദന അതിന്റെ ഒരു ഇന്റൻസിറ്റി കൂടി വരുന്നതായിട്ട് ഒക്കെ പേഷ്യന്റ് പലപ്പോഴും പറയാറുണ്ടാവും. അതുപോലെ തന്നെ നെഞ്ചിലൊരു ഭാരം എടുത്തു വെച്ചതുപോലെ ഒക്കെയുള്ള ഒരു അവസ്ഥ പലപ്പോഴും പേഷ്യന്റിന് തോന്നാറുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ലാതെയും ഈ ഒരു ഹൃദയസ്തംഭനം പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. പെട്ടെന്ന് ഒരാള് നമ്മുടെ മുമ്പിൽ കൊളാപ്സ്ഡ് ആയിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ചു നോക്കുക, അപ്പൊ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവരുടെ പൾസ് കൈത്തണ്ടയിലും അതുപോലെ തന്നെ കഴുത്തിന്റെ കരോട്ടിഡിലും ഒന്നും നമുക്ക് പൾസ് അവരുടെ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ റെസ്പിറേഷൻ കണ്ടമാനം താന്നുപോയി, അല്ലെങ്കിൽ റെസ്പിറേഷൻ തീരെയില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാർഡിയക് അറസ്റ്റ്, ഹൃദയസ്തംഭനം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. പിന്നെ രണ്ടാമത് പറയുന്നത് മസ്തിഷ്ക സ്തംഭനമാണ്, അതായത് സ്ട്രോക്ക് എന്ന് പറയുന്ന കാരണം. അപ്പൊ ഇത് പലപ്പോഴും പെട്ടെന്ന് തലകറങ്ങി വീഴുമ്പോൾ അയാൾക്ക് ബോധം ചിലപ്പോൾ ഉണ്ടാവാം, അതായത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിനോട് റെസ്പോണ്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് പൾസ് അവരുടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. റെസ്പിറേഷൻ അറസ്റ്റ് ആയിട്ടുണ്ടാവില്ല, റെസ്പിറേഷൻ ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇവരുടെ ഒരു മുഖത്തിന്റെ ഒരു വശം ഒരു ഭാഗത്തേക്ക് കൂടി പോകുന്ന ഒരു രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കൊഞ്ഞപ്പ് പോലെ, കുഴഞ്ഞു പോകുന്നത് പോലെ. അതുപോലെ തന്നെ തലേദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് സംഭവിക്കുന്നതിന് ഏകദേശം ഏതാനും മണിക്കൂറുകൾ മുമ്പൊക്കെ ഇവർ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവർക്ക് ശരിയായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പറ്റാതെ വരുന്നു, വേച്ച് പോകുന്നത് പോലെയൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു കൈയും കാലും ഒക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ അവരുടെ കൈയും കാലും ഒക്കെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിന് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. ഇതെല്ലാം സ്ട്രോക്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളാകാം. പിന്നെ ഒരു കേസ് അപസ്മാരമാണ്. പെട്ടെന്ന് തലകറങ്ങി നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരാള് പെട്ടെന്ന് അവരുടെ ആ ഒരു നോട്ടം ഒരു സ്റ്റെയറിംഗ് രീതിയിലിട്ട് ആയി മാറിപ്പോകുന്നു, അല്ലെങ്കിൽ മുഖം പൂർണ്ണമായിട്ട് ഒരു വശത്തേക്ക് അവര് ചലിപ്പിക്കുന്നു, ഒരു പോയിന്റിലേക്ക് സ്റ്റെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണുകൾ മുകളിലേക്ക് ആയി പോകുന്നു, മിഴികൾ മുകളിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ കണ്ടമാനം കൺവൾസീവ് മൂവ്മെന്റ്സ്, അതായത് വല്ലാതെ വിറപ്പിക്കുന്നു. താടി മുകൾ താടിയും മേൽത്താടിയും കൂടെ വല്ലാതെ വിറപ്പിക്കുന്നു. അതുപോലെ തന്നെ വായിൽ നിന്നും നൊരയും പതയും ഒക്കെ വരുന്നു. എന്നിട്ട് അവര് വീഴുന്നു, എന്നിട്ട് കയ്യും കാലും ഇട്ട് അനക്കുന്നു. ഈ ഒരു രീതിയിലാണ് അപസ്മാരം പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത്. ഏതാനും അല്ലെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിന് മുമ്പിൽ പേഷ്യന്റ് വീണ്ടും തിരിച്ച് ആ ഒരു ബോധസ്ഥിതിയിലേക്ക് വരുന്നതാണ് സാധാരണയായിട്ടും. അപ്പൊ ഇതാണ് ഒരു അപസ്മാരത്തിന്റെ പ്രസന്റേഷൻ. ഇത് പലപ്പോഴും ഒരു പനിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലച്ചോറിൽ ശരിയായിട്ടുള്ള സിഗ്നൽസ് എന്തെങ്കിലും രീതിയിൽ കിട്ടാതെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിൽ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തലച്ചോറിൽ എന്തെങ്കിലും കാരണത്താൽ, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട്, റോഡ് ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തെന്നി തലയിടിച്ച് വീണത് കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ തലയ്ക്കൊരു പരിക്ക് പറ്റിയിട്ട് തലയ്ക്കുള്ളിൽ, തലച്ചോറിനുള്ളിൽ ഹെമറേജ് സംഭവിക്കുന്നു, രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആള് കൊളാപ്സ്ഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട്, ഈ കൊളാപ്സ് വരുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും പേഷ്യന്റിന് ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു
ഈ ഒരു ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അസഹനീയമായിട്ടുള്ള ഒരു തലവേദന പേഷ്യന്റിന് അനുഭവപ്പെട്ടേക്കാം. ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തലവേദനയായിരിക്കും. അതോടൊപ്പം തലകറക്കം ഉണ്ടാകാം. പിന്നെ നടക്കുമ്പോൾ വേച്ചു പോകുന്ന പോലെയുള്ളൊരു സിംറ്റം വരാം. അതുപോലെ തന്നെ മൂഡ്സ് പെട്ടെന്ന് മാറും, പെട്ടെന്ന് അമിതമായിട്ട് ദേഷ്യപ്പെടുക. സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നു, കാഴ്ച മങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഡബിൾ വിഷൻ പോലെയുള്ള സിംറ്റംസ് വരിക. അതുപോലെ തന്നെ പേഷ്യന്റിന് ചെവിക്ക് കേൾവിക്കുറവ് സംഭവിക്കുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ഇത്തരത്തില് ഈ ഒരു ഇന്റേണൽ ഹെമറേജ്, ചോറിനകത്ത് അല്ലെങ്കിൽ തലയൊട്ടിക്ക് നമ്മുടെ ബ്രെയിനിൽ ഇന്റേണൽ ഹെമറേജ് സംഭവിച്ചതുകൊണ്ട് പലപ്പോഴും വരാം. അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാന കാരണം പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം നമ്മൾ കൺട്രോളിലല്ല, മാനേജ് ചെയ്യുന്നില്ല, അമിതമായിട്ടുള്ള രക്താതിസമ്മർദ്ദം വരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, കൊളസ്ട്രോൾ കണ്ടമാനം കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ആ ആളെ എത്രയും പെട്ടെന്ന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സൈഡിലേക്ക് മാറ്റും. ഇപ്പൊ റോഡിന്റെ നടുക്കൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റി കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാം, അല്ലെങ്കിൽ 108 എന്നുള്ള നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടാം. അതിനുശേഷം ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ കുലുക്കി വിളിക്കുക, അവരുടെ പേരെടുത്ത് വിളിക്കുക. അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പൾസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അവരുടെ ബ്രെത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അപ്പൊ ഇതെല്ലാം അവർക്ക് തികച്ചും അബ്നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ തീരെ അറസ്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് ചെസ്റ്റ് കംപ്രഷൻ ആണ് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അവരുടെ ചെസ്റ്റിന് നേരെ സമീപമായിട്ട് മുട്ടുകുത്തിയിരിക്കുക. അതിനുശേഷം നമ്മുടെ ഡൊമിനന്റ് ആയിട്ടുള്ള അതിന്റെ കൈയുടെ ഹീല് അവരുടെ ചെസ്റ്റിന്റെ മധ്യഭാഗത്ത് വരുന്ന രീതിയിൽ ആക്കി പിടിക്കുക. അതിനുശേഷം മറ്റേ ഈ കൈയുടെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം അവർക്ക് കംപ്രഷൻ കൊടുക്കുക. കംപ്രഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ മിനിറ്റിൽ 100 തൊട്ട് 120 കംപ്രഷൻ കിട്ടുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൈകൾ ഒരു കാരണവശാലും കൈമുട്ട് മടങ്ങാൻ പാടില്ല, നീട്ടി പിടിച്ച ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഓരോ കംപ്രഷന്റെയും ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 5 തൊട്ട് 6 സെന്റിമീറ്റർ ആഴത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഒരു എയ്ഡ് വരുന്നത് വരെ ഈ ഒരു രീതിയിൽ കംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾക്ക് ബോധം വരുന്ന രീതി വരെ ഈ ഒരു കംപ്രഷൻ ഈ ഒരു രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അതെല്ലാം മസ്തിഷ്കാഘാതം മൂലമാണ് അയാള് ബോധം നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വിളിച്ചു കഴിയുമ്പോഴത്തേനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, പൾസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതായത് 1 മണിക്കൂറിനുള്ളിൽ, ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. അത്രയും എത്ര ഫാസ്റ്റായിട്ട് എത്തിക്കാം അത്രയും ഫാസ്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ അത്രയും പാർശ്വഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ആ ഒരു 1 അവർ എന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള രീതിയിലാണെങ്കിൽ കൊളാപ്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ എപ്പിലെപ്സി ഉള്ള ആളുകളാണ്, അങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ചെരിച്ച് കിടത്തുക, ഒരു വശം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുക. ബിക്കോസ് ചിലപ്പോൾ അങ്ങനെ ആ ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ നാക്ക് താഴോട്ട് വീണിട്ട് അവരുടെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്ട്, ആ ഒരു ശ്വാസകോശം അടഞ്ഞു പോകാനും അതുവഴി അവർക്ക് ബ്രീത്ത്ലെസ്നെസ് സംഭവിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നൊരയും പതയും ഒക്കെ പുറത്തേക്ക് ഒഴുകാൻ ഇങ്ങനെ ചെരിച്ച് കിടത്തുന്നതാണ് ഹെൽപ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവരെ തല സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, തല വേഗം കൊണ്ടുപോയി ഇടിക്കാതെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അവര് കയ്യും കാലും ഒക്കെ ഇട്ട് അനക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ബലം പ്രയോഗിച്ച് ആ ഒരു മൂവ്മെന്റ് തടയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കരുത്. അത് ചിലപ്പോൾ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രാക്ചർ, മൈനർ ഫ്രാക്ചർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കും. ഈ ഒരു രീതിയിലെല്ലാം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ, ഇങ്ങനെ ആകുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം, കുഴഞ്ഞു വീഴുന്നത് പോലെയുള്ള പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമുക്ക് അണ്ടർലൈൻ ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാത്തത് കൊണ്ട് വരുന്നതാണ്. അപ്പം പ്രമേഹ രോഗം,
കൊളസ്ട്രോള്, BP, ആദ്യം ഞാൻ ഇതെല്ലാം പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശരിയായ രീതിയിൽ, നോർമൽ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് കൊണ്ടുവരിക. അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റ് പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെഡൻറ്ററി ലൈഫ്, ഒരുപാട് സമയം ഇരുന്നിട്ടുള്ള ആ ഒരു ജീവിത രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം ആക്റ്റീവ് ആകുന്ന രീതിയിൽ, ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യായാമങ്ങൾ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നിന്ന് റെഡ് മീറ്റ് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ചെറു ചൂടുള്ള വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനൊരു പ്രധാന കാരണമാണ്. അപ്പം സ്ട്രെസ് മാനേജ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് യോഗ, മെഡിറ്റേഷൻസ് പോലെയുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു രീതിയിലെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ ഒരു രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പലതരത്തിലുള്ള മാർഗ രോഗങ്ങളിൽ നിന്നും ഒഴിവാകാനായിട്ട്, രക്ഷപ്പെടാനായിട്ട് സാധിക്കും.